ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടാ. മനസ്സിൽ ഒരുപാട് സങ്കടവും പ്രശ്നങ്ങളൊക്കെ തോന്നുമ്പോൾ ഒരു ആശ്വാസം തേടി ഞാൻ നടത്തിയ ഒരു യാത്ര, ആ യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് കാണുന്ന ചിലർക്കെങ്കിലും എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനസ്സിലായി കാണും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നോമ്പ് സമയത്ത് നമ്മൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈസ്റ്ററിന്റെ നോമ്പിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലുന്ന, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് പാവർട്ടിയിലുള്ള ഔസേപ്പിതാവിൻ്റെ പള്ളി. അങ്ങനെ നമ്മൾ ഔസേപ്പിതാവിനെ കാണാൻ വേണ്ടി പോയിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഔസേപ്പിതാവിനെ കാണാൻ പാവർട്ടിയിൽ തന്നെ പോണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അതിപ്പോൾ ചില കീഴ്വഴക്കങ്ങളാവുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നല്ലത്. ചെറുപ്പം മുതലേ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള, ഞങ്ങൾ കണ്ടറിഞ്ഞൊരു വിശ്വാസത്തിന്റെ ഒരു ചെറിയ തുടർച്ചയാണ് ഈ ഒരു നോമ്പ് കാലത്ത് അന്വേഷിച്ച് പോകുന്ന ഒരു പതിവ്. ആ പതിവിന് നമ്മൾ പാവർട്ടി പള്ളിയിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത്, അവിടെ ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒരല്പം പുതുക്കി പണിയാണ്. അതുപോലെ തന്നെ പള്ളിയുടെ അകമൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടു. ആ കണ്ടപ്പോൾ അതിൽ കുറച്ചധികം പൊടിയുണ്ട് കേട്ടോ, വർക്കൊക്കെ നടക്കണുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചാടി നമ്മൾ നേരെ കുർബാന ചെല്ലുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. അതായത് പാവർട്ടി പള്ളിയുടെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്താണ് വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ചെന്നപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചൊരു ദിവസം പോലെ എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയ വൈദികനായിരുന്നു അവിടെ അന്ന് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഞാൻ ആ ശബ്ദത്തിന് ഉടമയായിട്ടുള്ള വൈദികനെ ഒന്ന് തിരഞ്ഞു നോക്കിയിട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ എന്നെ ഒരുപാട് സന്തോഷം തോന്നിയ അതേ ശബ്ദത്തിന് ഉടമ തന്നെയാണ് ആ ദിവ്യബലിയിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു. എനിക്കൊരുപാട് സങ്കടം വന്നു. അപ്പം ഞാൻ ഈ പാവർട്ടിക്ക് പോകുമ്പോൾ എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യമുണ്ട്. പോകുന്ന വഴി മുഴുവൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കും. ഔസേപ്പിതാവിനോട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്, എന്തിനൊക്കെ നന്ദി പറയണം, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ ഓർത്ത് വെക്കും, പ്രാർത്ഥിക്കാൻ എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ. അതൊക്കെ അവിടെ എത്തിയപ്പോൾ ആ അച്ഛൻ്റെ ശബ്ദവും അച്ഛനെയും കൂടിയും കണ്ടപ്പോൾ മനസ്സിൽ ഒരുപാട് സങ്കടമൊക്കെ തോന്നിയെങ്കിലും ഞാൻ പിന്നെ ഔസേപ്പിതാവിനെ മനസ്സ് നിറഞ്ഞങ്ങ് വിളിക്കാൻ തുടങ്ങി. നല്ല ആഴത്തിൽ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അങ്ങനെ മനസ്സ് നിറഞ്ഞ് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഔസേപ്പിതാവിനോട് പറഞ്ഞു. പിന്നെ അവിടെ എത്തുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും അപേക്ഷ എഴുതിയിട്ടാൽ ഉറങ്ങുന്ന ഔസേപ്പിതാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ്. ഞാൻ അങ്ങനെ ഒത്തിരി അപേക്ഷകളൊക്കെ അവിടെ പോകുമ്പോഴൊക്കെ ഞാനൊരു കുഞ്ഞപേക്ഷ കയ്യിൽ കരുതാറുണ്ട്. ഞാൻ ഇട്ടതിൽ കൂടുതലും എൻ്റെ ജീവിതത്തിൽ സത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലത് ഒരു കാത്തിരിപ്പാണെങ്കിൽ പോലും തമ്പുരാൻ നടത്തിത്തരുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഔസേപ്പിതാവ് തോന്നിക്കാറുണ്ട്. അങ്ങനെ ചെന്നു, സ്റ്റാളിൽ പോയി കുഞ്ഞു കുഞ്ഞു രൂപങ്ങളും പുസ്തകങ്ങളൊക്കെ കണ്ടു. ചെറിയ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഔസേപ്പിതാവിനെയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു. ഈ മനസ്സ് നിറഞ്ഞ പിന്നത്തെ കാര്യമെന്ന് പറയുന്നത് വയറ് നിറയാന്നുള്ളതാണ് അല്ലേ. മനസ്സ് നിറഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മൾ പോയത് ഊട്ടുശാലയിലെയാണ്. അവിടെ നല്ല ചെത്ത് മാങ്ങ അച്ചാറും സാമ്പാറൊക്കെ കൂട്ടിയിട്ടുള്ള നല്ലൊരു ഊണുണ്ട്. അവിടെ എത്തുമ്പോൾ ആ മാങ്ങയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ മനസ്സും വയറും നിറഞ്ഞ